നഴ്സിംഗ് നോട്ട് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫിസിയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ് ഓഫ് പ്ലാസൻഡ. The placenta is an organ that develop in the uterus during pregnancy. This structure provides oxygen and nutrients to the growing baby. It also removes the waste product from the baby's blood. The placenta attached to the wall of the uterus and the baby's umbilical cord arise from it. പ്ലാസൻ്റയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്രോയിങ് ബേബിക്ക് ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബേബിയുടെ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് റിമൂവ് ചെയ്യാനായിട്ടും പ്ലാസൻ്റ സഹായിക്കുന്നു. Cerebrospinal fluid is made by tissue that lines the ventricle in the brain. It flows in and around the brain and spinal cord to help cushion them from injury and provide nutrients. ബ്രെയിനിനും സ്പൈനൽ കോഡിനും ചുറ്റും കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇത് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു കുഷ്യൻ എഫക്റ്റ്, ഇഞ്ചുറി ഒന്നും വരാതിരിക്കാനായിട്ടുള്ള ഒരു കുഷ്യൻ എഫക്റ്റും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നൽകുന്നുണ്ട്. അടുത്ത പോയിന്റ്, ഫങ്ഷൻസ് ഓഫ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദ ബ്ലഡ് ക്ലോട്ടിംഗ്. നോർമലി വെൻ one of your blood vessels is injured, you start to bleed. Your platelet will clot to plug the hole in the blood vessel and stop bleeding. പ്ലേറ്റ്ലെറ്റിൻ്റെ മേജർ റോൾ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. നോർമലി നമ്മളെ ബ്ലഡ് വെസൽസിൽ ഇഞ്ചുറി ഉണ്ടായിട്ട് ബ്ലീഡിങ് വരുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് ക്ലോട്ടായിട്ട് മാറി അത് ബ്ലഡ് വെസൽസിൽ ഒന്ന് പ്ലഗ് ചെയ്തതിന് ശേഷം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഫങ്ഷൻസ് ഓഫ് ലിവർ. The liver regulates most chemical level in the blood and excrete a product called bile. This helps carry away waste product from the liver. All the blood leaving the stomach and intestine passes through the liver. ബോഡിയിലെ കെമിക്കൽ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതും ബൈലിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതും ലിവറാണ്. അടുത്ത പോയിന്റ്, ഫോർമേഷൻ ഓഫ് യൂറിൻ. ദ നെഫ്രോൺസ് ഓഫ് ദ കിഡ്നി പ്രോസസ് ബ്ലഡ് ആൻഡ് create urine through a process of filtration, reabsorption and secretion. കിഡ്നിയിലെ നെഫ്രോൺസാണ് യൂറിൻ ഫോർമേഷന് സഹായിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. യൂറിൻ ഈസ് അബൌട്ട് 95% വാട്ടർ ആൻഡ് 5% വേസ്റ്റ് പ്രോഡക്റ്റ്. നൈട്രോജനസ് വേസ്റ്റ് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ ഇൻക്ലൂഡ് യൂറിയ, ക്രിയാറ്റിൻ, അമോണിയ ആൻഡ് യൂറിക് ആസിഡ്. യൂറിനിൽ 95% വാട്ടറും 5% വേസ്റ്റ് പ്രോഡക്റ്റുമാണ് ഉള്ളത്. അടുത്ത പോയിന്റ്, ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഈസ് എ സ്ട്രക്ചർ ഡീപ്പ് ഇൻ യുവർ ബ്രെയിൻ, ആക്ട് ആസ് യുവർ ബോഡീസ് സ്മാർട്ട് കൺട്രോൾ കോർഡിനേറ്റിംഗ് സെൻറ്റർ. ഇറ്റ്സ് എ മെയിൻ ഫങ്ഷൻ ഈസ് ടു കീപ് യുവർ ബോഡി ഇൻ സ്റ്റേബിൾ സ്റ്റേറ്റ് കാർഡ് ഹോമിയോസ്റ്റാസിസ്. ഇറ്റ് ഡസ് ഇറ്റ് job by directly influencing your autonomic nervous system or by managing hormones. നമ്മുടെ ബോഡിയെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ കീപ്പ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഈ ഒരു പ്രോസസ്സിനെ ഹോമിയോസ്റ്റാസിസ് എന്നാണ് പറയുന്നത്. മിക്സഡിമ ഓർ സിവിയർലി അഡ്വാൻസ്ഡ് ഹൈപ്പോതൈറോയിഡിസം. മിക്സഡിമ ഉണ്ടാകുന്നത് നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്ന സാഹചര്യത്തിലാണ്. തൈറോയ്ഡ് എന്ന് പറയുന്നത് ഒരു സ്മാൾ ഗ്ലാൻഡാണ്. നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ബോഡിയിലെ വൈഡ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ. പ്ലാസ്മ പ്രോട്ടീൻ സച്ച് ആസ് ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ ദാറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ അറ്റ് അബൌട്ട് 25 mmHg. പ്ലാസ്മ പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ 25 mmHgയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോഡിയം, പൊട്ടാസ്യം ബൈകാർബണേറ്റ്, ക്ലോറൈഡ് ആൻഡ് കാൽഷ്യം ഇതെല്ലാം ബ്ലഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ്. അടുത്ത പോയിന്റ്, ഹോർമോൺസ് റെഗുലേറ്റിംഗ് ബ്ലഡ് കാൽഷ്യം. ബ്ലഡ് കാൽഷ്യം റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ പാരാതൈറോയ്ഡ് ഹോർമോണാണ്. റെഗുലേറ്റ് ദ കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് ലാർജ്ലി ബൈ ഇൻക്രീസിങ് ദ ലെവൽ വെൻ ദേ ആർ ടു ലോ. പാരാതൈറോയ്ഡ് ഹോർമോൺ സ്റ്റിമുലേറ്റ് the release of calcium from the large calcium store in the bone into the bloodstream. പാരാതൈറോയ്ഡ് ഹോർമോൺസ് ആണ് കാൽഷ്യത്തിൻ്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ മോണോസിനാപ്റ്റിക് ആൻഡ് പോളിസിനാപ്റ്റിക് റിഫ്ലക്സ്. മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് refers to the presence of a single chemical synapse. By contrast,
In the polysynaptic reflex arc, one or more interneurons connect afferent and efferent signal. മോണോസിനാപ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കെമിക്കൽ സിനാപ്സ് മാത്രമേ കാണത്തുള്ളൂ. പോളിസിനാപ്റ്റിക്കിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കാണാം. അത് അഫറൻ്റ് അല്ലെങ്കിൽ സെൻസറി ആകാം, എഫറൻ്റ് അല്ലെങ്കിൽ മോട്ടോർ സിഗ്നൽസും ആകാം. അടുത്തത് factors regulating glomerular filtration rate. Glomerular filtration is occurred due to the pressure gradient in the glomerulus. Increased blood volume and increased blood pressure will increase GFR. GFR increase ചെയ്യാനുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ബ്ലഡ് വോളിയവും ബ്ലഡ് പ്രഷറും കൂടുന്നതാണ്. അടുത്ത പോയിന്റ് ടെസ്റ്റ് ഓഫ് ഓവുലേഷൻ. ഓവുലേഷൻ്റെ ടെസ്റ്റുകൾ ഇൻക്ലൂഡിങ് യൂറിൻ ടെസ്റ്റ് കിറ്റ് to measure the LH level, transvaginal ultrasound, endometrial biopsy, blood test to measure the hormone levels and basal body temperature chart. അടുത്ത പോയിന്റ് refractory errors occurs when the eye cannot clearly focus the image from the outside world. The result of the refractive error is blurred vision, which is sometimes so severe that it causes visual impairment. കണ്ണുകൾ ശരിയായിട്ട് ഫോക്കസ് ചെയ്യാത്തതിനാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇത് കാരണം വിഷ്വൽ എംപയർമെൻറ്റ് ഉണ്ടാകും. അടുത്ത പോയിന്റ് ബ്ലഡ് കൊയാഗുലേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ദാറ്റ് പ്രിവെൻറ്റ് എക്സസീവ് ബ്ലീഡിംഗ് വെൻ ദ ബ്ലഡ് വെസൽസ് ഈസ് ഇഞ്ചേർഡ്. ബ്ലഡ് വെസൽസ് ഇഞ്ചുറി നടക്കുന്ന സമയത്ത് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന്, എക്സസീവ് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് വിഷ്വൽ പാത്വേ. Visual pathway refers to the anatomical structure responsible for the conversion of light energy into electrical action potential that can be interpreted by the brain. It begins at the retina and terminates at the primary visual cortex. ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ബ്രെയിനിലോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് ഉള്ള പ്രോസസ്സിനെയാണ് വിഷ്വൽ പാത്വേ എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് റെറ്റിനയിലാണെങ്കിൽ ടെർമിനേറ്റ് അറ്റ് ദ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്. അടുത്ത പോയിന്റ് ഫങ്ഷൻസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ദ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഹോർമോൺ ദാറ്റ് റെഗുലേറ്റ് ദ ബോഡി മെറ്റബോളിക് റേറ്റ്, കൺട്രോളിങ് ഹാർട്ട് ആൻഡ് മസിൽ ആൻഡ് ഡൈജസ്റ്റീവ് ഫങ്ഷൻ, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ബോൺ മെയിൻ്റനൻസ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബോഡി മെറ്റബോളിക് റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഹാർട്ട്, മസിൽസ് ആൻഡ് ഡൈജസ്റ്റീവ് ഫങ്ഷൻ കൺട്രോൾ ചെയ്യണം, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ബോൺ മെയിൻ്റനൻസിനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സ്മോക്കിംഗ്, ബീയിങ് ഓവർ വെയ്റ്റ് ഓർ ഒബീസ്, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ടു മച്ച് സാൾട്ട് ഇൻ ദ ഡയറ്റ്, ടു മച്ച് ആൽക്കഹോൾ കൺസപ്ഷൻ, സ്ട്രെസ്സ്, ഓൾഡ് ഏജ്, ജെനറ്റിക്സ്. ബ്ലഡ് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സ്മോക്കിംഗ് ഉണ്ട്, ഓവർ വെയ്റ്റ് ഉണ്ട്, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ടു മച്ച് സാൾട്ട് ഇൻ ഡയറ്റ്, ടു മച്ച് ആൽക്കഹോൾ കൺസപ്ഷൻ ആൻഡ് സ്ട്രെസ്സ്, ഓൾഡർ ഏജ് ആൻഡ് ജെനറ്റിക്സ്. അടുത്ത പോയിന്റ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് ഈസ് എ സീരീസ് ഓഫ് മസിൽ കൺട്രാക്ഷൻ. ദീസ് കൺട്രാക്ഷൻ ഒക്കേഴ്സ് ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. പെരിസ്റ്റാൾസിസ് ഈസ് ഓൾസോ സീൻ ഇൻ ദ ട്യൂബ് ദാറ്റ് കണക്ട് ടു ദ കിഡ്നി ടു ദ ബ്ലാഡർ ആൻഡ് പെരിസ്റ്റാൾസിസ് ഈസ് ആൻ ഓട്ടോണോമിക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള സീരീസ് ഓഫ് മസിൽ കൺട്രാക്ഷനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. പെരിസ്റ്റാൾസിസ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലല്ലാതെ കാണപ്പെടുന്നത് കിഡ്നിയിലാണ്. കിഡ്നീനെ ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്തെടുത്തതും പെരിസ്റ്റാൾസിസ് മൂവ്മെൻ്റ് ആണ്. പെരിസ്റ്റാൾസിസ് ഈസ് ആൻ ഓട്ടോണോമിക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ skeletal, cardiac and smooth muscles. The main difference between cardiac, skeletal and smooth muscles is that cardiac muscle perform involuntary muscular movement of the heart, aiding the heart to pump blood throughout the body, while skeletal muscle perform a voluntary muscular movement of the bone, aiding physical movement of the body such as walking. കാർഡിയാക് മസിൽ പെർഫോം ചെയ്യുന്നത് ഇൻവോളണ്ടറി മസിൽ മൂവ്മെൻ്റ് ആണെങ്കിൽ സ്കെൽറ്റൽ മസിൽസ് പെർഫോം ചെയ്യുന്നത് വോളണ്ടറി മസ്കുലർ മൂവ്മെൻ്റ് ആണ്. അടുത്ത പോയിന്റ് ഓവുലേഷൻ. ഓവുലേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ദ mature egg is released from the ovary. After it is released, the egg move down the fallopian tube and stay there for 12 to 24 hours where it can be fertilized. ഓവുലേഷൻ എന്ന് പറയുന്നത് ഓവറിയിൽ നിന്നും എഗ്ഗ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. ഇത് റിലീസ് ചെയ്തതിന് ശേഷം ഈ എഗ്ഗ് മൂവ് ചെയ്ത് ഫലോപ്പിയൻ ട്യൂബിലേക്ക് പോവുകയും 12 to 24 hours അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്. ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ്
contained within the cell, and the extracellular fluid is the fluid outside the cell. It is divided into that found with the blood and that found outside the blood. Later, the fluid is known as interstitial fluid. വിത്തിൻ ദ സെല്ലാണെങ്കിൽ അത് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡും ഔട്ട്സൈഡ് ദ സെല്ലാണെങ്കിൽ അത് എക്സ്ട്രാ ഫ്ലൂയിഡും. അടുത്ത പോയിന്റ് സർക്കുലേറ്ററി ഷോക്ക്. ഇറ്റ് ഈസ് ടേം യൂസ്ഡ് വെൻ ഇനാഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ റിസൾട്ടിങ് ഇൻ ദ ഡാമേജ് ഓഫ് ദ ബോഡി ടിഷ്യൂ. ഇനാഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ കാരണം ബോഡി ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാകുന്നതിനെയാണ് സർക്കുലേറ്ററി ഷോക്ക് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി അറ്റ് ദ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. അടുത്ത പോയിന്റ് activity at the neuromuscular junction. The neuromuscular junction is highly specialized synapse between a motor neuron nerve terminal and it is muscle fiber that are responsible for converting the electrical impulses generated by the motor neuron into electrical activity in the muscle fiber. മോട്ടോർ ന്യൂറോണിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറ്റുന്ന മസിൽ ഫൈബേഴ്സിൽ. ഇതാണ് ആക്ടിവിറ്റി അറ്റ് ദ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. അടുത്ത പോയിന്റ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് GFR ഈസ് എ ബ്ലഡ് ടെസ്റ്റ് ദാറ്റ് ചെക്ക് ഹൗ വെൽ ദ കിഡ്നി ആർ വർക്കിംഗ്. GFR റേറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റാണ്. നമ്മുടെ കിഡ്നി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. യുവർ കിഡ്നി ഹാവ് ടൈനി ഫിൽറ്റേഴ്സ് കാൾഡ് ഗ്ലോമറുലെ. The filters help to remove the waste and excess fluid from the blood. The GFR test estimates how much blood passes through these filters at each minute. കിഡ്നിയുടെ വർക്കിംഗ് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഫങ്ഷൻസ് ഓഫ് ടെസ്റ്റിസ്. ദ മോസ്റ്റ് മെൻ ഹാവ് 2 ടെസ്റ്റസ്. ദ ടെസ്റ്റിസ് ആസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ടെസ്റ്റോസ്റ്ററോൺ, ദ പ്രൈമറി മെയിൽ സെക്സ് ഹോർമോൺ ആൻഡ് ഫോർ പ്രൊഡ്യൂസിങ് സ്പേം. ടെസ്റ്റിസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ മേക്ക് ചെയ്യുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി മെയിൽ സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ഫോർ പ്രൊഡ്യൂസിങ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ടെസ്റ്റിസിന് ഹെൽപ്പ് ചെയ്യുന്നു. ടെസ്റ്റിസിനുള്ളിൽ കാണപ്പെടുന്ന കോയിൽ മാസസിനെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഈ പ്രോസസ്സിനെ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നു. ഫങ്ഷൻസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ. The role of growth hormone include influencing our height and helping build our bones and muscles. നമ്മുടെ ബോഡി ബിൽഡിങ്ങിനും ഹൈറ്റിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. അതുപോലെ തന്നെ ബോൺസിൻ്റെ മസിൽസിൻ്റെ ബിൽഡപ്പിനും ഗ്രോത്ത് ഹോർമോൺ സഹായിക്കുന്നു. ദ ഗ്രോത്ത് ഹോർമോൺ ലെവൽ ഇൻക്രീസ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് പീക്ക് ഡ്യൂറിങ് പ്യൂബർട്ടി. ഗ്രോത്ത് ഹോർമോൺ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യാം. അതിൻ്റെ പീക്ക് വരുന്നത് പ്യൂബർട്ടി ടൈമിലും ആയിരിക്കും. അടുത്ത പോയിന്റ് പിരമിഡൽ ട്രാക്റ്റ്. പിരമിഡൽ ട്രാക്റ്റ് ആർ ദ സിസ്റ്റം ഓഫ് എഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് ദാറ്റ് ക്യാരി സിഗ്നൽ ഫ്രം ദ സെറിബ്രൽ കോർട്ടക്സ് ടു എയ്തർ ദ ബ്രെയിൻ സ്റ്റെം ഓർ ദ സ്പൈനൽ കോഡ്. സെറിബ്രൽ കോർട്ടക്സിൽ നിന്നും ബ്രെയിൻ സ്റ്റെമ്മിലോട്ടോ സ്പൈനൽ കോഡിലോട്ടോ എഫറൻറ്റ് നെർവ് ഫൈബേഴ്സിനെ ക്യാരി ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് പിരമിഡൽ ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് ആൻഡ് കോർട്ടിക്കോ ട്യൂബുലാർ ട്രാക്റ്റ്. അടുത്ത പോയിന്റ് ജോണ്ടിസ്. ജോണ്ടിസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ സ്കിൻ വൈറ്റ് ഓഫ് ദ ഐസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ടേൺ യെല്ലോ ബിക്കോസ് ഓഫ് ദ ഹൈ ലെവൽ ഓഫ് ബിലിറൂബിൻ. ജോണ്ടിസ് എന്ന് പറയുന്നത് നമ്മുടെ ഐസും മ്യൂക്കസ് മെംബ്രെയിനൊക്കെ വൈറ്റ് കളറിൽ നിന്ന് ലൈറ്റ് യെല്ലോ കളറായിട്ട് മാറുന്നു, അല്ലെങ്കിൽ യെല്ലോ കളറായിട്ട് മാറുന്ന കണ്ടീഷനാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം ഹൈ ലെവൽ ഓഫ് ബിലിറൂബിനാണ്. ഇതുണ്ടാകുന്നതിനുള്ള കാരണം ഹെപ്പറ്റൈറ്റിസ്, ഗൾ സ്റ്റോൺ, അതുപോലെ തന്നെ ട്യൂമേഴ്സൊക്കെയാണ്. എന്താണ് ഹൈപ്പോക്സിയ? ഹൈപ്പോക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവിങ് ലോ ഓക്സിജൻ ലെവൽ ഇൻ യുവർ ടിഷ്യൂവിൽ ഓക്സിജൻ കുറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഹൈപ്പോക്സീമിയ എന്ന് പറയുമ്പോൾ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറയുന്നു. അടുത്ത പോയിന്റ് ഫങ്ഷൻസ് ഓഫ് കിഡ്നി. ദ മെയിൻ ഫങ്ഷൻ ഇസ് റിമൂവ് വേസ്റ്റ് ആൻഡ് എക്സ്ട്രാ ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ എക്സ്ട്രാ ഫ്ലൂയിഡിനെ റിമൂവ് ചെയ്യുന്നതുമാണ് കിഡ്നിയുടെ ഫങ്ഷൻ. അതുപോലെ തന്നെ ആസിഡിനെയും കിഡ്നി റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ്സിനെയും കിഡ്നി റിമൂവ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് ഹോർമോൺസ് ഓഫ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ദ പോസ്റ്റീരിയർ ലോബ് പ്രൊഡ്യൂസസ് 2 ഹോർമോൺ, വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ. വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ്. ദീസ് ഹോർമോൺസ് ആർ റിലീസ്ഡ് വെൻ ദ ഹൈപ്പോതലാമസ് സെൻഡ് എ മെസ്സേജ് ടു ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ത്രൂ ദ നെർവ് സെൽസ്. വാസോപ്രസിൻ ഈസ് ഓൾസോ നോൺ ആസ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. വാസോപ്രസിനെ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നുണ്ട്.
Composition and functions of pancreatic juice. Pancreatic juice is consists of alkaline fluid and enzyme. 200 to 800 ml is produced in each day. The enzyme such as trypsin, lipase and amylase are essential for the digestion of most of the protein, fat and carbohydrate in the meal. പാൻക്രിയാറ്റിക് ജ്യൂസ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആൽക്കലൈൻ ഫ്ലൂയിഡ് ആൻഡ് എൻസൈംസ് കൊണ്ടാണ്. 200 മുതൽ 800 ml വരെ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഇതിൻ്റെയൊക്കെ ഡൈജഷന് സഹായിക്കുന്ന എൻസൈംസ് ആണ് ലിപ്പേസ്, അമൈലേസ്, ട്രിപ്സിൻ. ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. Carbon dioxide transport is in the blood from the tissue to the lungs in 3 ways: dissolved in solution, buffer with the water and carbonic acid, bound to protein, particularly hemoglobin. 3 വേസിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ആദ്യത്തെ ഡിസോൾഡ് ഇൻ സൊല്യൂഷൻ, രണ്ടാമത്തത് ബഫേർഡ് വിത്ത് വാട്ടർ ആസ് എ കാർബോണിക് ആസിഡ്, അടുത്തത് ബൗണ്ട് ടു പ്രോട്ടീൻ, പർട്ടിക്കുലർലി ഹീമോഗ്ലോബിൻ. 75% കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBCയിലൂടെയും 25% വന്നിട്ട് പ്ലാസ്മയിലൂടെയുമാണ്. അടുത്ത പോയിന്റ് പ്രഗ്നൻസി ടെസ്റ്റ്. പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് യുവർ പി ഓർ ബ്ലഡ് for a hormone called human chorionic gonadotropin. Your body makes this hormone after fertilizing the egg attached to the wall of the uterus. പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ ബ്ലഡിലും നോക്കാറുണ്ട്, യൂറിനിലും നോക്കാറുണ്ട്. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിനാണ് നോക്കുന്നത്. ഇത് ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് യൂട്രസിൻ്റെ വാളിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ്. യൂഷ്വലി ഇത് നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഒരു 6 ദിവസത്തിന് ശേഷമാണ്. അടുത്ത പോയിന്റ് സിനാപ്സ്. സിനാപ്സ് ഓൾസോ കാൾഡ് ന്യൂറോണൽ ജംഗ്ഷൻ, ദ സൈറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക് നെർവ് ഇമ്പൾസസ് ബിറ്റ്വീൻ 2 നെർവ് സെൽസ് ഓർ ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് ഗ്ലാൻഡ് ഓർ മസിൽ സെൽ. ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.